വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലൻറ്റ് ഔട്ട്ലെറ്റ്. ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രെഡ് പുഡിംഗ് ആണ്. ഇതുണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബ്രെഡ് 6 സ്ലൈസസ്, 2 മുട്ട, 1 കപ്പ് പാല്, 1 ടീസ്പൂൺ വാനില എസൻസ്, 8 മുതൽ 10 ടീസ്പൂൺ വരെ പഞ്ചസാര. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഈ ബ്രെഡ് സ്ലൈസ് ഒക്കെ നമുക്ക് 4 പീസായിട്ട് കട്ട് ചെയ്തിടാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് ഇത് നന്നായി കുതിർത്തെടുക്കണം. ഫോർക്ക് വെച്ചോ കൈ വെച്ചോ ഇത് നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. ഇപ്പോൾ ബ്രെഡൊക്കെ നന്നായി ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറിൽ വേണം ഈ ബ്രെഡെല്ലാം ഉടച്ചെടുക്കാൻ. ഇപ്പോൾ ഈ ബാറ്റർ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട ഉടച്ചു വെച്ച് നന്നായി ബീറ്റ് ചെയ്യുക. അതിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി വിപ്പ് ചെയ്തെടുക്കാം. ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റ് ചെയ്തെടുത്താലും മതി. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് വാനില എസൻസ് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. വാനില എസൻസും എഗ് ബാറ്ററും നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ബ്രെഡിൻ്റെയും പാലിൻ്റെയും മിക്സ്ചർ ആഡ് ചെയ്ത് നന്നായി ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി കാരമലൈസ് ചെയ്യാനായി ഒരു ബൗളിലേക്ക് കുറച്ച് പഞ്ചസാര സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഏറ്റവും ചെറിയ തീയിൽ വെച്ച് വേണം കാരമലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പഞ്ചസാരയൊക്കെ കരിഞ്ഞു പോകും. ഇപ്പോൾ കുറേശ്ശെ കാരമലൈസ് ആയി വരുന്നുണ്ട്. ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നവരെ നമുക്കിത് കാരമലൈസ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഈ ബൗൾ ലിഡ് വെച്ചോ അലുമിനിയം ഫോയിൽ വെച്ചോ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഞാനിവിടെ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു സ്റ്റീമറിലേക്ക് ആവശ്യത്തിന് വെള്ളം എടുത്ത് ഈ പുഡിങ്ങിൻ്റെ ബാറ്റർ ഒരു 20 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ സ്റ്റീം ചെയ്തെടുക്കാം. അപ്പം നമ്മളുടെ ടേസ്റ്റി ആൻഡ് ഈസി പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. Thanks for watching.